നമസ്കാരം കൂട്ടുകാരെ, ഗുഡ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ജിയോയുടെ ബ്രോഡ്ബാൻഡ് വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും വൈഫൈ ആകും. പ്രത്യേകിച്ച് ഗൾഫിലിരുന്നോ അതോ ആ വൈഫൈ നമുക്ക് കൺട്രോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ലിങ്ക്സിന്റെ EA6350 എന്ന ഒരു റൗട്ടറാണ്. റൗട്ടർ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യുക, ആപ്പ് വഴി എങ്ങനെ ഉപയോഗിക്കാം, വെബ്സൈറ്റ് വഴി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ കണ്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. ലിങ്ക്സിസ് EA6350 ഇതാണ് റൗട്ടർ. നമ്മളിപ്പോൾ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡത്തു നിന്നുള്ള കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാം. അതിന് നമ്മളിവിടെ കാണുന്നുണ്ട്, ലിങ്ക്സിന്റെ നെറ്റ്വർക്ക് നെയിം കാണുന്നുണ്ട്, അത് കണക്ട് ചെയ്യാം. അതിന് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അതിൻ്റെ ഗൈഡിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ റൗട്ടറിന്റെ ബാക്ക് സൈഡിൽ ലഭ്യമാണ്. കണക്ട് ആയിട്ടുണ്ട്, എന്നാൽ എൻ്റെ ഇവിടെ ഇന്റർനെറ്റ് ആക്സസ് കാണിക്കുന്നില്ല. അതിൻ്റെ സെർച്ച് ബാറിൽ അതിൻ്റെ ഡിഫോൾട്ട് IP ടൈപ്പ് ചെയ്യുക. 192.168.1.1 ആണ് എൻ്റെ IP. എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അതിൽ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ലൈസൻസിൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ചേഞ്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഡ്യുവൽ ബ്രാൻഡിന്റെ റൗട്ടറാണിത്, അതുകൊണ്ടാണ് 2.4G'ന്റെയും 5ന്റെയും കാണിക്കുന്നത്. അത് തന്നെ കൊടുക്കണമെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാസ്വേഡ് കൊടുക്കണം, നെറ്റ്വർക്ക് നെയിം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ടിക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും ഒരേപോലെ ആവും. പാസ്വേഡ് നമുക്കൊന്ന് മാറ്റാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമാണ്. സെറ്റിംഗ്സ് എല്ലാം ഇതിൽ ആവശ്യമായ രേഖകൾ കൊടുക്കുക. അതിനുശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പേജ് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ നമ്മുടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡും യൂസർ നെയിം നമ്മളിവിടെ കൊടുക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇതേമാതിരി ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. റൗട്ടറിന്റെ ഹോം പേജ് ആണിത്. ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്, ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റഡ് ആവും. ഇങ്ങനെ ഒരു ഇന്റർഫേസ് അപ്പോൾ വരും. റൗട്ടറിന്റെ മെയിൻ ഹോം പേജ് ആണിത്. ഇതിൽ നമുക്കിവിടെ കാണാം, ഇറ്റ്സ് ഓൾറെഡി കണക്റ്റഡ് ആണ്, നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. നമുക്ക് ഇതിന്റെ ഓരോ ഓപ്ഷൻസുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. റൗട്ടർ സെറ്റിംഗ്സിൽ തന്നെ പോകാം. കണക്ടിവിറ്റിയിൽ ആദ്യം തന്നെ ബേസിക് ആണ്. ബേസിക് സെറ്റിംഗ്സ്, വൈഫൈ സെറ്റിംഗ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്കും നെയിമും അങ്ങനെയുള്ളതാണ്, അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ടൈം ചേഞ്ച് ചെയ്യണമെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൈം സെറ്റ് ചെയ്യാം. കൂടാതെ നമ്മുടെ റൗട്ടറിനകത്തൊരു ലൈറ്റ് ഉണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അത് ഓണോ ഓഫ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇന്റർനെറ്റ് സെറ്റിംഗ്സിൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക് കോൺഫിഗറേഷൻ DHCP. ചില നെറ്റ്വർക്കുകൾ മാത്രമേ PPEO എന്നൊരു കണക്ഷൻ ടൈപ്പിൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ പാസ്വേഡും യൂസർ നെയിം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ റൗട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്പീഡും അതുപോലെ തന്നെ എല്ലാം ഒരു പെർഫോമൻസ് കൂടുതൽ കിട്ടും. IP ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു IP ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതിയാവും. താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതേ IP തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് ട്രബിൾ ഷൂട്ടിംഗ്. ഇതിന്റെ സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന റൗട്ടർ പുറത്തുള്ള ലോകത്തിന്റെ എവിടെ നിന്നും നമുക്ക് റൗട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. വെബ്സൈറ്റിൽ വന്നിട്ടോ ആപ്ലിക്കേഷൻ മുഖേനയോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഇതിനൊരു ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ട്രബിൾ ഷൂട്ടിംഗ് എന്നതിനകത്ത് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് റീസ്റ്റാർട്ട് കൊടുത്താൽ മതിയോ. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റൗട്ടർ റീസ്റ്റാർട്ട് ആവും. റൗട്ടർ റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ്. വൈഫൈ സെറ്റിംഗ്സിലേക്ക് പോകാം.
നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, യൂസർ നെറ്റ്വർക്ക് നെയിം എല്ലാം കൂടെ നിങ്ങൾക്ക് കാണുന്നതാണ്. അതിൻ്റെ സെക്യൂരിറ്റി മോഡ് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത ഓപ്ഷൻ മാക് ഫിൽറ്റർ ആണ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഡിവൈസുകൾ മാത്രം മാക് ഫിൽറ്റർ ഇട്ട് മാക് ഐ ഡി മാത്രം ഇട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് ആ റൗട്ടറിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ റൂമിലുള്ള ഡിവൈസുകൾ മാത്രം ഈ റൗട്ടറുകളിൽ ആഡ് ചെയ്യുക, മാക് ഐ ഡി ആഡ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് ആഡ് മാക് അഡ്രസ് എന്ന് കൊടുക്കാം. അതിനകത്ത് നമ്മുടെ അബൌട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്റ്റാറ്റസ് എന്ന് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ താഴെ ഒരു 12 അക്കമുള്ള ഒരു അഡ്രസ്സാണ് അത്. ചിലപ്പോൾ അത് വേർഡ്സ് ആയിട്ടും നമ്പറായിട്ടും കാണാം. മാക് അഡ്രസ് എന്ന് കാണാം നിങ്ങൾക്ക്. 12 അക്കം ഉണ്ടായിരിക്കും. അത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 12 അക്കമുള്ള ഒരു അഡ്രസ്സ് കിട്ടുന്നതായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്യുക. അതിനുശേഷം താഴെയുള്ളത് അലോ ആക്സസ് ഫോൺ ഓൺലി ഫോർ ലിസ്റ്റഡ് മാക് അഡ്രസ് താഴത്തേനെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ മാത്രമേ കണക്റ്റഡ് ആവുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡിസ്കണക്റ്റ് ആവും. അവർക്ക് പാസ്വേഡ് കിട്ടിയാൽ പോലും പിന്നെ അവർക്കത് കണക്ട് ചെയ്യാൻ സാധ്യമല്ല. ഏറ്റവും ടോപ്പിലെ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഡിവൈസ് ലിസ്റ്റ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ റൗട്ടറിൻ്റെ റൗട്ടർ ഡിവൈസ് ആണ്. ഗസ്റ്റ് ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. അടുത്തത് ഗസ്റ്റ് ആക്സസ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഈ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് എന്നുള്ള ഒരു ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ നെറ്റ്വർക്ക് നെയിമും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് അവർക്കായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഈ പരീക്ഷ സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഈ വൈഫൈ നോക്കിയിരിക്കുന്ന ശൈലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായി വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ വിദേശത്തു നിന്ന് തന്നെ നമുക്കത് ബ്ലോക്ക് ചെയ്യാം. പരീക്ഷ സമയത്ത് മാത്രം ബ്ലോക്ക് ചെയ്യാം. അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടൈം 3 ഓപ്ഷൻ ഉണ്ട്. അത് എന്നേക്കുമായിട്ട് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടൈം നിശ്ചിതമായിട്ടുള്ളൊരു ടൈം നമുക്കിവിടെ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലേക്ക് മാത്രമേ ഇൻ്റർനെറ്റ് ആക്സസ് ലഭിക്കുകയോ അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്നതാണ്. വൃത്തികെട്ട വെബ്സൈറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ആ വെബ്സൈറ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്കത് ആ വെബ്സൈറ്റ് ആ ഡിവൈസിൽ ഓപ്പൺ ആവുകയില്ല. ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് പാസ്വേഡ് ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ചേഞ്ച് ചെയ്യണോ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നെറ്റ്വർക്ക് നെയിം ചേഞ്ച് ചെയ്യണോ അതും ചെയ്യാം. ഇപ്പം വീട്ടിലൊരു നെറ്റ്വർക്ക് ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആക്സസ് കൊടുക്കണോ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് ഏതെങ്കിലും ഡിവൈസ് വരികയാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ ആഡ് എന്ന് പറഞ്ഞ ലിസ്റ്റിനകത്ത് കൊടുക്കുക. ഏതാണ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനകത്ത് മാക് ഐ ഡി കണക്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്യാം. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മുഖേനയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു അഭ്യർത്ഥന. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഈ ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ അതൊരു പ്രോത്സാഹനമാകും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. അത് ലോഗിൻ ചെയ്യുക. നമ്മൾ ആദ്യം ഉപയോഗിച്ച പാസ്വേഡും യൂസർ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതേ പാസ്വേഡും യൂസർ ഐ ഡിയും ആയിരിക്കണം, അല്ലെങ്കിൽ അത് ലോഗിൻ ആവില്ല. ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാസ്വേഡും യൂസർ ഐ ഡിയും വെച്ച് ചെയ്തിരിക്കുന്ന എല്ലാ റൗട്ടറുകളും ഇവിടെ കാണിക്കും. നമ്മൾ അവസാനമായി ചെയ്തിരിക്കുന്നത് ഗുഡ് ടെക് എന്ന് പറയുന്ന റൗട്ടറാണ്. നമ്മളത് പ്രസ് ചെയ്യുക. മാക് ഫിൽറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ ലഭ്യമാണ്. എഡിറ്റ് ചെയ്ത് പാസ്വേഡിൻ്റെ ഇവിടെ ഒരു മാക് ഐ ഡി കൊടുത്ത് ആഡ് റൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡിവൈസ് ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ആക്സസ് ഡയറക്റ്റ് സ്വിച്ചും നമ്മൾ വെബ്സൈറ്റിൽ ചെയ്തതുപോലെ തന്നെ എല്ലാ ഓപ്ഷനും ഇവിടെയും ലഭ്യമാണ്. ബാറ്ററി കൺട്രോളും വൈഫൈ സെറ്റിങ്സും എല്ലാം തന്നെ ഇവിടെ പാസ്വേഡ്, യൂസർ നെയിം, വയർലെസ് നെറ്റ്വർക്ക് എല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ കൂടെ എല്ലാം
നമുക്ക് ചെയ്യാവുന്നതാണ്. ഗസ്റ്റ് പാസ്വേഡ് എല്ലാം തന്നെ നമുക്ക് റൗട്ടറുകൾ വെബ്സൈറ്റിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് റൗട്ടർ റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരാറ്. വൈഫൈ പാസ്വേഡും ലോക്കൽ നെറ്റ്വർക്കും ഒക്കെ പോർട്ട് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡെസ്ക്ടോപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് വൈഫൈ ഇല്ലെങ്കിൽ കേബിളായിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ പോർട്ട് നമുക്കിവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫിൽറ്റർ ഇടുക, എഡിറ്റ് ചെയ്തിട്ട് ബാക്ക് ഫിൽറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആഡ് റൂൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഇതിൻ്റെ എല്ലാ ഓപ്ഷനും തന്നെ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ്.